സാരമില്ല സാരമില്ല, പോട്ടെ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. എന്തായി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ? ആ, നടക്കുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയ പിന്നെ? അധിക നാളൊന്നും ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. നോക്ക്, നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ഇരുട്ട് മാറി വെളിച്ചം വരും. ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. രാവിലെ ഗുരുജിയോട് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് മോളെ കൊണ്ടുവരാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തന്റെ ചികിത്സയ്ക്കും അത് നല്ലതായിരിക്കും ഗുരുജി പറഞ്ഞത്. ഗുരുജി പറയുന്ന ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഗുരുജി പറയാറില്ല. ദാ ഇത് കുടിക്കൂ. എപ്പോഴാ മോളെ കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പൊ തന്നെ. ഇതിപ്പോ എന്തിനുള്ള മരുന്നാ? മറന്നുപോയ ഓർമ്മകളുടെ വിത്ത് വീണ്ടും മുളപ്പിക്കാനുള്ള ബ്രഹ്മി. നാഡികൾക്ക് തെളിച്ചവും മനസ്സിന് ശാന്തിയും നൽകാനുള്ള ശംഖുപുഷ്പം. ഇതിന്റെ കൂടെ മണ്ഡൂകപർണി, ബുദ്ധിയും സ്മൃതിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ. പിന്നെ യഷ്ടിമധു, ജതാമാംസി, ഗുഡൂജി, അങ്ങനെ കുറേയേറെ ഔഷധങ്ങൾ വേറെയുണ്ട്. എല്ലാറ്റിന്റെയും പേര് പറഞ്ഞ അറിയണമെന്നില്ല. എനിക്കിപ്പോ മനസ്സിന്റെ ഉള്ളിൽ നല്ല ശാന്തതയാ. എന്തൊക്കെയോ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന പോലെ. കലങ്ങിക്കിടക്കുന്ന ഒരു കുളം വൃത്തിയാക്കുന്നത് പോലെയാണ് ഇല്ലാതായിപ്പോയ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്നത്. എനിക്കിപ്പോ നല്ല പ്രതീക്ഷയുണ്ട്. ചിത്രപൗർണമി ആകുമ്പോഴേക്കും എനിക്കെന്റെ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടില്ലേ? ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ ഓർമ്മകൾ മാത്രമല്ല, എന്തും തിരിച്ചു പിടിക്കാൻ സാധിക്കും. അല്ല, വക്കീലിനും കോടതിയിലൊന്നും പോകണ്ടേ? അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ട്രീറ്റ്മെന്റ് കഴിയുന്നവരേക്കും മാറ്റിവെച്ചേക്ക. നിങ്ങൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ? അതെ, അവക്കിപ്പോ 10 വയസ്സാവുന്നു. കുട്ടികൾ ഒന്ന് മതിന്ന് തീരുമാനിച്ചതാണോ അതോ? അത് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അത്ര ആലോചിച്ചില്ല. ആലോചിക്കണം. ഒറ്റയ്ക്ക് വളരുന്ന കുട്ടി എപ്പോഴും ഒരുതരം അരക്ഷിതാവസ്ഥയിലായിരിക്കും ജീവിക്കുന്നത്. അച്ഛനോടും അമ്മയോടും കുട്ടിയെല്ലാം ഷെയർ ചെയ്യണമെന്നില്ല. ചിലപ്പോ കൂടപ്പിറപ്പിനോടോ കൂട്ടുകാരോടോ എല്ലാം തുറന്നു പറയാൻ പറ്റിയേക്കും. ഇനിയും സമയം വൈകിട്ടില്ല. ഗൂഗിളിൽ പോയി മോളെ വിളിച്ചോണ്ട് വാ. വരുമ്പോ അവളുടെ 1-2 ഡ്രസ്സ് കൂടി എടുത്തോണ്ട് വരണേ. ആ, പിന്നെ അവളുടെ കോസ്മെറ്റിക്സും. അതിന്റെ ഒരു ചെറിയ ബാഗ് അവളുടെ മുറിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. മോളെ കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോ എന്താ ഉത്സാഹം. ഒരു കാര്യം ചെയ്യാം, ട്രീറ്റ്മെന്റ് തീരുന്നത് വരെ മോളിവിടെ താമസിക്കട്ടെ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എല്ലാ ഓർമ്മകളോടും കൂടി എനിക്കെന്റെ മോളോടും ഗോകുലിനോടൊപ്പം എനിക്ക് ധന്വന്തരി മൂർത്തിയുടെയും അർദ്ധനാരീശ്വരന്റെയും മുമ്പിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. എല്ലാത്തിനും നന്ദി പറയണം. എല്ലാം ശുഭമാവും. രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെടില്ലേ? രാഹുൽ എന്നാ പുറപ്പെടും. ആ, പിന്നെ സ്കൂളിലെ ടീച്ചറെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. പറയാടോ. ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ശരി. ആളൊരു പാവത്താനാണല്ലോ. സമൃദ്ധിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്ന പല ഭർത്താക്കന്മാരും ഇങ്ങനെയല്ല. ഭാര്യ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന് വിട്ടാ പിന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോവാൻ മാത്രമാ വരുന്നത്. എന്റെ ഓരോ ചെറിയ കാര്യങ്ങളും എന്നെക്കാളും കൂടുതൽ ഗൂഗിളെ ഓർക്കുന്നത്. എന്ത് കാര്യവും ഗൂഗിളിനോട് എനിക്ക് തുറന്നു പറയാം. എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കൂ. ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ പോലും എന്റെ സങ്കടം കണ്ടറിഞ്ഞ് മുൻകൈ എടുത്തത് ഗോകുല. ഭർത്താവിനെ കുറിച്ച് പറയാൻ 1000 നാവാണല്ലോ.
ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഉടനെ ശരിയാവും. മോളെ അച്ഛാ ആ. അയ്യോ മോളെ നിന്ന് നെറ്റിയില്ലേ? എന്തുവാടാ? ഇന്നലെ രാത്രി ഇവിടുത്തെ അംഗം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. പകലോ ഒന്നും കഴിച്ചില്ല, രാത്രിയിലും കഴിച്ചില്ല. കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോഴേ അച്ഛനും അമ്മയും വന്നിട്ടേ കഴിക്കൂന്ന് പറഞ്ഞ് ഒറ്റ വാശിയിലായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കണ്ടേ? എന്നിട്ട് ഒടുവിൽ എന്റെ കൈയും തട്ടിമാറ്റി അച്ഛനും അമ്മയും കാണാൻ പോണെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടമായിരുന്നു. പടിയിറങ്ങിയപ്പോ ദേ കിടക്കുന്നു, വീണു. എന്ത് സമൃദ്ധി, എന്ത് പറ്റി? നമ്മുടെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ എവിടെ വീണു. അവളുടെ കരച്ചിൽ ഞാൻ കേട്ടു. നമുക്കിപ്പൊ തന്നെ പോണം. എനിക്കിപ്പൊ തന്നെ മോളെ കാണണം. അവക്ക് നല്ലതുപോലെ മുറിവേറ്റിട്ടുണ്ട്. നെറ്റി ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ല. എന്താ മോളെ ഇതൊക്കെ? അച്ഛനും അമ്മയും വരില്ലേ? അച്ഛനെ അമ്മയും കാണാതെ എനിക്ക് വല്ലാതെ വിഷമം വന്നു. അതുകൊണ്ടാ ഞാൻ. സാരമില്ല സാരമില്ല, പോട്ടെ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. എന്തായി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ? ആ, നടക്കുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയ പിന്നെ? അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഈ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഗൗരിമോളെ നോക്കുന്നൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തില്. അതിന് അമ്മ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മോളെ, അച്ഛൻ മോളെ കൊണ്ടുപോകാൻ വന്ന. സത്യാണ് അച്ഛാ? പിന്നല്ലാതെ. അമ്മയ്ക്ക് മോളെ കാണണം. എന്നാ ഞാൻ റെഡി ആവട്ടെ? ആ, ഇപ്പോഴല്ല, നമുക്ക് നാളെ രാവിലെ പോവാം. അതെന്തായാലും നന്നായി. ഇത് ഞാൻ നിന്നോട് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. 2 ദിവസം മോൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. മോളുടെ മുഖം ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയില്ലേ? ആ, അതെങ്ങനെ പറഞ്ഞാ കേൾക്കണ്ടേ? കുളിക്കാൻ ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇവിടെ വന്ന് ഒറ്റ ഇരിപ്പാ. ഇപ്പൊ നീ വന്നപ്പോഴാ ഒന്ന് എഴുന്നേറ്റത്. മോളെ, മോള് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നിറങ്ങാം. ഞാൻ ഇപ്പൊ വരാം. കണ്ടില്ലേ, ഇപ്പൊ അവളുടെ പിടിവാശിയും കരച്ചിലും ഒക്കെ പോയി. ശശിരെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി മേലിൽ മോളുടെ മുമ്പിൽ വെച്ച് സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചിട്ടുന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടിപ്പോരുത്.